നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഞാൻ ചിഞ്ചു അജിത്. UAE നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ലുലു. റാസൽ ഖൈമ ഖലീല മാളിൽ എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. റമദാന് ലുലു സ്റ്റോറുകളിൽ വർധനവുണ്ടാകില്ലെന്നും വില സ്ഥിരത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും MA യൂസഫ് അലി. നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി റാസൽ ഖൈമ ഖലീല മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ റാസൽ ഖൈമ കിരീടാവകാശിയുടെ ഓഫീസ് ഡയറക്ടർ ഷെയ്ഖ് അൽ അർഹാമ ബിൻ സൗദ് ബിൻ ഖാലിദ് അൽ ഖാസിമി ലുലു എക്സ്പ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരാതിർത്തികളിലേക്കും റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് റാസൽ ഖൈമ ഖലീല മാളിൽ ലുലു എക്സ്പ്രസ് സ്റ്റോർ എന്ന് MA യൂസഫ് അലി വ്യക്തമാക്കി. കൂടുതൽ മേഖലകളിലേക്ക് റീറ്റെയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 19,200 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു എക്സ്പ്രസ് സ്റ്റോറിൽ ദൈനംദിന ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരമാണുള്ളത്. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ബേക്കറി, റോസ്റ്ററി, പഴം, പച്ചക്കറി, ബ്യൂട്ടി പ്രൊഡക്ട്സ് തുടങ്ങിയവ അടക്കം മികച്ച നിരക്കിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളും ഉണ്ട്. ഷോപ്പിംഗ് സുഗമമാക്കാൻ സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകൾ, മികച്ച പാർക്കിംഗ് ഏരിയയും സജ്ജമാണ്. 19,000 സ്ക്വയർ ഫീറ്റിലുള്ള റാസൽ ഖൈമയുടെ ഈ അറ്റത്തുള്ള ഖലീല എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വളരെ ഔട്ട്സ്കർട്ടാണ്. ഞങ്ങളിപ്പോൾ കൽബ തുറന്നു. ഇപ്പോൾ ഔട്ട്സ്കർട്ടിലേക്കാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം റീഹാബിറ്റേഷൻ ഈ നമ്മളുടെ ഇപ്പോഴത്തെ പുതിയ തലമുറ ടൗണിൽ നിന്ന് വളരെ അകലെ മാറി പുതിയ ഏരിയ ഉണ്ടാക്കി അവിടെ വീടുകൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് വീടുകൾ ഇപ്പോൾ പുതിയത് വരുന്നു, ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും സഹകരണവും തരുന്ന UAE പ്രസിഡൻറ്റിനും UAE വൈസ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അവർക്കും ഈ റാസൽ ഖൈമയുടെ ഇത് റാസൽ ഖൈമ എമിറേറ്റിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ റൂളറായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സൗദ് ബിൻ സാക്കർ അൽ ഖാസിമി അവർക്കും റാസൽ ഖൈമയുടെ ക്രൗൺ പ്രിൻസിനും ഉള്ള ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. റമദാൻ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റെബിലിറ്റി, ക്വാളിറ്റി സാധനങ്ങൾ സമയാസമയങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആക്കുക എന്ന ചുമതല, ബാധ്യത. അതുകൂടാണ്ട് ഒരിക്കലും ഈ റമദാനിൽ പ്രൈസ് കൂടുന്നില്ല, ഞങ്ങൾ കൂട്ടുന്നില്ല. 65% വരെ ഡിസ്കൗണ്ട് കൂടി ഞങ്ങൾ കൊടുക്കുകയാണ്. കാരണം റമദാനിൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. T20 വേൾഡ് കപ്പ് 2026 നമീബിയക്കെതിരെ ഇന്ത്യക്ക് 93 റൺസിന് വിജയം. ശബരിമല സന്നിധാനത്ത് വീണ്ടും SIT പരിശോധന. ശ്രീകോവിലിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കൽ 2ാം ദിനത്തിൽ. ആഗോള അയ്യപ്പ സംഗമത്തിലെ സാമ്പത്തിക ക്രമക്കേട്. നിർണായക യോഗം 17-ന് സംഘടിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പ് സമാധാനപരം. വോട്ടെണ്ണൽ ആരംഭിച്ചു. BNP മുന്നിൽ. താരിഖ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. തീരസംരക്ഷണ സേനയ്ക്കായി 8 ഡോർണിയർ വിമാനങ്ങൾ വാങ്ങുന്നു. 2,312 കോടി രൂപയുടെ കരാർ. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മകൾ കിം ജു ആയെ പിൻഗാമിയായി പ്രഖ്യാപിച്ചെന്ന് റിപ്പോർട്ട്. രമേശ് ചെന്നിത്തല കോൺഗ്രസ് പ്രചാരണ സമിതിയുടെ ചെയർമാൻ. ശശി തരൂർ ഉപാധ്യക്ഷൻ. അമേരിക്കൻ സൈന്യം അൽത്തൻ സൈനിക താവളം ഒഴിഞ്ഞു. സിറിയൻ സേന നിയന്ത്രണം ഏറ്റെടുത്തു. ഇന്ത്യ വുഡ് ഭാഷാ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഭാഷാ കേസരി പുരസ്കാരം 2025 5,01,000 രൂപ ശ്രീകുമാരൻ തമ്പിക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായി ഫെബ്രുവരി 25-ന് പുനലൂരിൽ വെച്ച് സമ്മാനിക്കും. എഴുത്തമ്മ പുരസ്കാരം 2025 5,01,000 രൂപ MT രാജേന്ദ്രന് മികച്ച കൃതിക്കുള്ള പുരസ്കാരമായാണ് ലഭിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ബുഖാത്തറിന്റെ ഓട്ടോബയോഗ്രഫി നാളെ ദുബായിൽ പ്രകാശനം ചെയ്യപ്പെടുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.